അൻവറിനെ വിടാതെ പിന്തുടരുന്നുണ്ട് കുറേ നാളുകളായി CPM. ഒപ്പം തന്നെ അൻവറിന്റെ ചെയ്തികളിൽ മനമടുത്ത് അൻവറിനെ തന്നെ പുറത്താക്കി LDFന്റെ സഹയാത്രികൻ എന്നുള്ള ലേബലിൽ നിന്ന് തിരികെ അയച്ച് ഇപ്പോൾ UDFന്റെ സഹയാത്രികനായി മാറിയിരിക്കുകയാണല്ലോ PV അൻവർ. പക്ഷേ അൻവർ UDFന്റെ ഭാഗമാകുന്നത് 2 ദിവസം മുമ്പാണ്. ഈ 2 ദിവസത്തിന് ശേഷം മുൻ ഇടത് MLA കൂടിയായിട്ടുള്ള PV അൻവറിന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു റെയ്ഡ് നടത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ED സംഘം അൻവറിന്റെ വീട്ടിലെത്തി റെയ്ഡ് നടത്തിയത്. മലപ്പുറം ഒതായിലെ വീട്ടിലാണ് റെയ്ഡ് നടത്തിയത്. ഡ്രൈവർ സിയാദ് അടക്കം അൻവറിന്റെ അടുത്ത സഹായികളുടെ വീട്ടിൽ കൂടിയും ഈ ED സംഘം എത്തിയെന്നുള്ളതാണ് വിവരം. കൊച്ചിയിൽ നിന്നുള്ള ED സംഘമാണ് പരിശോധന നടത്തുന്നത്. വലിയ പോലീസ് സുരക്ഷയിലാണ് പരിശോധന നടന്നത്. കേരള ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്നും അൻവർ 12 കോടി രൂപ വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ നേരത്തെ തന്നെ വിജിലൻസ് റെയ്ഡ് നടത്തിയിരുന്നു. ഈ രേഖകൾ ED ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഈ പരിശോധന എന്നുള്ളതാണ് വിവരം. മലപ്പുറം KFCയിലെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് PV അൻവർ 12 കോടി രൂപ വായ്പ എടുത്ത് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ വിജിലൻസും പരിശോധന നടത്തിയിരുന്നു. 2015 KFCയിൽ നിന്ന് 12 കോടി വായ്പയെടുത്ത അൻവർ അത് തിരിച്ചടച്ചില്ല എന്നാണ് ആരോപണം. പലിശയടക്കം 22 കോടി രൂപയാണ് ഇപ്പോൾ തിരികെ നൽകാനുള്ളത്. ഇത് KFCക്ക് വൻ നഷ്ടം വരുത്തിയത് ആണ് എന്ന് പറയപ്പെടുന്നു. ഇടത് സർക്കാരിനോട് അടുത്തു നിന്ന വേളയിൽ ഈ കേസുകളെല്ലാം മൂടിവെക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ സർക്കാരിന്റെ എതിരായ ഘട്ടത്തിലാണ് അന്വേഷണം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നതും. ഒരാഴ്ച മുമ്പ് അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള മഞ്ചേരിയിലെ സിൽസില അമ്യൂസ്മെന്റ് പാർക്കിൽ വിജിലൻസ് വിഭാഗം പരിശോധന നടത്തിയിരുന്നു. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്ത് വിജിലൻസ് സംഘം പരിശോധന നടത്തിയത്. വിവിധ വിഭാഗങ്ങളിലെ രേഖകളും അക്കൗണ്ടുകളും ഇതിനോടൊപ്പം പരിശോധിക്കുകയും ചെയ്തു. പാർക്കിന്റെ നടത്തിപ്പ് ചുമതലയുള്ളവരോടും ജീവനക്കാരോടും സംഘം വിവരങ്ങൾ തേടുകയും ചെയ്തു. ചില പ്രധാന രേഖകൾ വിജിലൻസ് പിടിച്ചെടുത്തതായിട്ടുള്ള വിവരവും വരുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ആരംഭിച്ച പരിശോധന വൈകിട്ട് 6:30 അവസാനിപ്പിച്ചത്. മാത്രമല്ല ഇതിനകത്തെ കൂടുതൽ വിവരങ്ങളുണ്ട്. ആ വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ വിജിലൻസ് പുറത്തുവിടുന്നുമില്ല. അതേസമയം ഇനി ഈ മുമ്പ് ക്രഷർ ഇടപാടിൽ ED അൻവറിനെ ചോദ്യം ചെയ്തിരുന്നു. അതായത് ഈ മംഗലാപുരം ബെൽത്തങ്ങാടിയിലെ ക്രഷർ ഇടപാടിലെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ. ക്രഷറിൽ 10% ഷെയറും മാസം 1.5 ലക്ഷം ലാഭവിഹിതവും വാഗ്ദാനം ചെയ്ത് 50 ലക്ഷം രൂപ PV അൻവർ തട്ടിയെടുത്തു എന്ന് പറഞ്ഞ് പ്രവാസിയായിട്ടുള്ള ഒരു എഞ്ചിനീയർ നടിത്തൊടി സലീം എന്ന് പറയപ്പെടുന്ന ആൾ ഒരു പരാതി നൽകിയിരുന്നു. വിഷയം അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് PV അൻവർ കുറ്റക്കാരനാണ് എന്ന് വ്യക്തമാക്കി പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ PV അൻവർ ഇതിനു പിന്നാലെ പരാതിയിൽ അല്ലെങ്കിൽ PV അൻവറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇതിന് പിന്നിലെ പരാതിയിൽ EDയും കേസെടുക്കുകയും അന്വേഷണം നടത്തുകയായിരുന്നു. അതിന്റെ ബാക്കി പത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ PV അൻവറിന്റെ ഒതായിലെ വീട്ടിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് എന്ന് പറയപ്പെടുന്ന അത്തരത്തിലൊരു വ്യാഖ്യാനമുണ്ട്. പക്ഷെ അത്തരത്തിൽ വ്യാഖ്യാനിച്ച് നിർത്താൻ പറ്റുന്ന ഒരു കാര്യമാണോ അൻവറുമായി ബന്ധപ്പെട്ട് വരുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അൻവർ തൊടുത്തുവിട്ട പല ആയുധങ്ങളും പിണറായി വിജയന് നേരെയും ഒപ്പം തന്നെ അന്നത്തെ ADGP MR അജിത് കുമാറിന് നേരെയും വലിയ ശരങ്ങളായി പെയ്തിറങ്ങിയതാണ്. മാത്രമല്ല അവരുടെ നിലനിൽപ്പ് തന്നെ വലിയ പിണറായിയുടെ രാഷ്ട്രീയ ഭാവിയെ പോലെ തന്നെ MR അജിത് കുമാറിന്റെ ഔദ്യോഗിക ജീവിതം പോലും ചിലപ്പോൾ തുലാസിലാകുന്ന ഒരു കാഴ്ചയായിരുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ വളരെ കൃത്യമായി പിണറായി വിജയൻ MR അജിത് കുമാറിനെ രക്ഷിച്ചെടുത്തു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ PV അൻവറിന് എപ്പോൾ വേണമെങ്കിലും പണി കിട്ടാം എന്നുള്ള കാര്യത്തിൽ സംശയമില്ലായിരുന്നു. അതുകൊണ്ടാണ് PV അൻവർ ഇടതുപാളയം വിട്ടതിനു ശേഷം എങ്ങനെയും UDFൽ കയറി പറ്റുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ഹിഡൻ അജണ്ടയായിരുന്നു. പക്ഷെ അവിടെ ആദ്യകാലത്ത് തടയിട്ടിരുന്നത് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവായിരുന്നു. ആ പ്രതിപക്ഷ നേതാവിന്റെ കാർക്കശ്യത്തിലാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ അടക്കം PV അൻവറിനെ മാറ്റി നിർത്തി ഒറ്റയ്ക്ക് വിജയിച്ചു കയറുവാനും കോൺഗ്രസിനായത് UDFനായത്. ആ സതീശനാണ് ഇപ്പോൾ ചില പിന്നാക്കം പോയിരിക്കുന്നു. മാത്രമല്ല PV അൻവറിനെ കൂടെ ഉൾപ്പെടുത്തുന്നതിന് മൗനാനുവാദം കൊടുത്തിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ PV അൻവർ UDFുമായി സഹകരിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു തീരുമാനത്തിൽ എത്തുകയും ചെയ്തു. അങ്ങനെ PV അൻവറിന്റെ UDFിലേക്കുള്ള പ്രവേശനം സാധ്യമായി കഴിഞ്ഞു. അത്തരത്തിൽ UDFിന് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഈ PV അൻവറുമായി ബന്ധപ്പെട്ട് PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് അടക്കം ഈ അവരുടെ പിന്തുണ എന്ന് പറയപ്പെടുന്നത് കോൺഗ്രസിനായിരിക്കും. പക്ഷേ ഇതിലൊക്കെ മനം നൊന്ത് തനിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു വിട്ട തന്റെ ഭരണത്തെ തന്റെ മകളുടെ ജീവിതത്തെ
മാത്രമല്ല തന്റെ സന്തത സഹചാരിയായിട്ടുള്ള MR അജിത് കുമാറിനെതിരെയൊക്കെ വലിയ ആക്ഷേപങ്ങൾ, വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച PV അൻവറിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ പിണറായി വിജയൻ ഒട്ടും അമാന്തം പാലിച്ചില്ല. അപ്പോൾ തന്നെ എങ്ങനെയും PV അൻവറിനെ അകത്താക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ഹിഡൻ അജണ്ടയും ലക്ഷ്യവുമായിരുന്നു. ആ ലക്ഷ്യത്തിലേക്കുള്ള നടന്നെടുക്കലാണ് ഇപ്പോൾ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ റെയ്ഡ് പരിപാടി. ഈ റെയ്ഡ് കലാപരിപാടിയിൽ PV അൻവറിനെ ഏതെങ്കിലും തരത്തിൽ കുരുക്കാൻ കഴിഞ്ഞാൽ, കാരണം കോടികളുടെ ബിസിനസ്സാണ് നടത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ കോടികളുടെ 12 കോടിയിലധികം വരുന്ന രൂപ, 22 കോടിയോളം തിരിച്ചടയ്ക്കാനുള്ള രൂപ, 12 കോടി വായ്പ എടുത്ത തുക, ഇതൊക്കെ നൽകാതെ ബാങ്കിനെ അടക്കം പറ്റിച്ച, അല്ലെങ്കിൽ ബാങ്കിനെ സ്വാധീനിച്ച് സ്വന്തമാക്കിയ 12 കോടിയിലധികം രൂപ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിലാണ് വിജിലൻസും പരിശോധന നടത്തിയിരുന്നത്. അപ്പോൾ അത്തരത്തിൽ കോടികൾ തട്ടിയെടുത്ത PV അൻവറിന്റെ പ്രവൃത്തിയെ എന്തുകൊണ്ടാണെങ്കിൽ 2015 കാലഘട്ടത്തിൽ ഇവർ ചോദ്യം ചെയ്യാതിരുന്നത്? എന്തുകൊണ്ടാണ് ഇവരോടൊപ്പം, അതായത് ഇടതുപക്ഷത്തിനോടൊപ്പം സഹയാത്രികനായി സഞ്ചരിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെയുള്ള കേസുകളൊന്നും കുത്തിപ്പൊക്കാതിരുന്നത്? അന്ന് എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഒരു ബാധ്യതയുള്ള, ഒരു പ്രതിബദ്ധതയുള്ള സാമൂഹ്യ പ്രവർത്തകനെയാണ് വേണ്ടത് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തോന്നിയിരുന്നെങ്കിൽ PV അൻവറിനെ അന്ന് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ മുന്നിലുണ്ട്. അപ്പോൾ അവരോടൊപ്പം നിൽക്കുമ്പോൾ ഈ പറയുന്ന എല്ലാ കള്ളന്മാരും കള്ളന്മാർ മാത്രമല്ലാതായി മാറും. എന്നാൽ അവരുടെ ഭാഗം വിടുമ്പോൾ, ഇടതുമുന്നണിയുടെ ഭാഗം വിട്ട് അവർ മറ്റേതെങ്കിലും മുന്നണിയുടെ ഭാഗമാകുമ്പോൾ ഈ പറയുന്ന കേസുകളെല്ലാം പൊടിതട്ടിയെടുത്ത് വീണ്ടും ഇവരെ കള്ളന്മാരെന്ന് മുദ്രകുത്താൻ തുടങ്ങും. അപ്പോൾ അവരോടൊപ്പം നിൽക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ മാത്രം ഇവർ ചെയ്യുന്ന എന്ത് കൊള്ളരുതായ്മയും ഒരു കൊള്ളരുതായ്മയെ അല്ലാതായി മാറുന്ന തരത്തിലുള്ള ഒരു ക്യാപ്സൂൾ CPM-നകത്തുണ്ട്. അതുകൊണ്ടാണ് PV അൻവറിനെ അടക്കം ഇത്രയും കാലം ഈ പറയുന്നത് പോലെ മറ്റൊരു കേസിലും ഉൾപ്പെടുത്തുവാൻ CPM തയ്യാറാകാതിരുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളടക്കം പൊതുസമൂഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനുള്ള ബാധ്യത പക്ഷേ CPM-നുണ്ട് എന്ന് മറന്നു പോകരുത്. PV അൻവറിനെ ഇത്രയും കാലം ചുമന്നത് നിങ്ങളാണ്. PV അൻവറിനെ കേസുകളിലേക്ക് ഉൾപ്പെടുത്താതിരുന്നതേ നിങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ ED റെയ്ഡും അദ്ദേഹത്തിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ റെയ്ഡും ഒക്കെ വെച്ച് കുടുക്കാനോ ശ്രമിക്കുന്നതാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ പക വീട്ടുവാനുള്ള ഒരു യന്ത്രമായി മറ്റുള്ള ഫോഴ്സുകളെ ഉപയോഗിക്കുന്നുണ്ടോ? ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നേരത്തെ നിങ്ങൾക്ക് ചെയ്യാമായിരുന്നില്ലേ? എങ്കിൽ നിങ്ങളുടെ മുഖം ഇത്രത്തോളം വികൃതമാകില്ലായിരുന്നു. എന്തായാലും CPM-നും ഒപ്പം തന്നെ പിണറായി വിജയനും ഒക്കെ വലിയ അടിയും തിരിച്ചടിയും തന്നെയാണ് PV അൻവറിന്റെ UDF-ലേക്കുള്ള പോക്കും, ഒപ്പം PV അൻവർ ഉന്നയിച്ചു വിട്ടിരിക്കുന്ന ആരോപണങ്ങളും.